ഡയസ് ഇറേ ദ ഡേ ഓഫ് റാത്ത്. ബ്രഹ്മയോഗം കഴിഞ്ഞ ശേഷം ഈ സിനിമ അനൗൺസ് ചെയ്ത മുതൽ ഭയങ്കരമായിട്ട് കാത്തിരിക്കുകയായിരുന്നു. അതിനൊറ്റ കാരണമേ ഉള്ളൂ, ഒറ്റ പേരേ ഉള്ളൂ, രാഹുൽ സദാശിവം. കാരണം നമുക്കറിയാം പുള്ളി ഇതിനു മുമ്പ് നമുക്ക് തന്ന സിനിമകളുടെ ആ ഒരു ക്വാളിറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ഇത്രയും പ്രതീക്ഷയോടെ കാത്തിരുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഈ ഒരു ജോൺറയിൽ ഇത്തരം സിനിമകൾ, ഈ ഒരു ക്വാളിറ്റിയിൽ ഈ ജോൺറയിൽ സിനിമകൾ തരുന്ന ആളുകൾ, ഡയറക്ടേഴ്സ് കേരളത്തിൽ, നമുക്ക് മലയാളത്തിൽ, വേണമെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. രാഹുൽ സദാശിവത്തിൻ്റെ കാര്യം നമുക്കറിയുന്ന പോലെ തന്നെ മുമ്പ് ചെയ്തു വെച്ച വർക്കുകൾ, ബ്രഹ്മയുഗം, ഭൂതകാലം ഒക്കെ അത്രയും കിടിലം വർക്കുകളാണ്. നമുക്ക് ആരുടെ മുമ്പിൽ കൊണ്ടുപോയിട്ടും പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന, ഈവൻ മലയാളികളല്ലെങ്കിൽ പോലും ആരുടെ അടുത്ത് കൊണ്ടുപോയിട്ടും നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും ക്വാളിറ്റിയുള്ള വർക്കുകളാണ്. അപ്പോൾ അത് തന്നെയാണ് ഈ സിനിമയ്ക്ക് ഇത്രയും കാത്തിരിക്കാനുള്ളൊരു കാരണം വേറെ. അങ്ങനെ ഇതിലേക്ക് വന്നപ്പോൾ നാളെയാണ് ശരിക്കും, അതായത് 31 ഒക്ടോബറിനാണ് ആക്ച്വലി റിലീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അത് പ്രതീക്ഷിച്ചാണ് ഇരിക്കുന്നത്, കാണണം എന്നുള്ളൊരു ഇതിൽ. പക്ഷേ തലേന്ന്, അതായത് 30-ാം തീയതി റിലീസ് ഡേറ്റിൻ്റെ തലേന്ന് ഒരു പ്രീമിയർ വരികയാണ് രാത്രി 9:30. അപ്പോൾ ശരിക്കും നമ്മൾ സത്യം പറഞ്ഞാൽ ഷോക്ക്ഡായി, ഇതെന്താ സംഭവം പെട്ടെന്ന് ഇങ്ങനെ ഒരു, കാരണം ആ സിനിമയുടെ ഒരു പെട്ടെന്ന് കുറച്ച് സമയം കൊണ്ട് ആ സിനിമയ്ക്ക് വന്നൊരു ഹൈപ്പ് തന്നെയാണ് അതിൻ്റെ കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഒരുപാട് ലാംഗ്വേജിലേക്ക് ചെയ്ത് പോയിട്ടുണ്ട് സിനിമ. അപ്പോൾ അങ്ങനെയാണ് 9:30 തന്നെ നമ്മൾ നേരെ പോയി ബുക്ക് ചെയ്യാനുണ്ടായത്. അങ്ങനെ സിനിമ കണ്ടു. സിനിമയുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി നോ കോംപ്രമൈസ്, ടോപ്പ് നോച്ചായിട്ട് പരിപാടി ചെയ്തു വെച്ചിട്ടുണ്ട് രാഹുൽ സദാശിവം. പടത്തിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് 1 മണിക്കൂർ 55 മിനിറ്റാണ്. അപ്പോൾ സിനിമ കണ്ടു തുടങ്ങി നമ്മൾ ട്രെയിലർ കണ്ടിട്ട് കുറേ സാധനങ്ങളൊക്കെ ഇതാവാം എന്നുള്ള കുറേ ഗസ് വർക്കുകളൊക്കെ നമ്മൾ എന്തായാലും നടത്തി കാണും. പക്ഷേ അത് സിനിമ തുടങ്ങി കുറച്ച് കഴിയുമ്പോഴേക്കും തന്നെ എല്ലാം പൊളിച്ചവർ കൈ തരുന്നുണ്ട്, അതൊന്നും അല്ല എന്നുള്ള സംഗതി. റോഹൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറായിട്ടാണ് നമ്മുടെ പ്രണവ് മോഹൻലാൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ ആൾ US ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനി മുതലാളിയുടെ ഒരു ആർക്കിടെക്റ്റിൻ്റെ മകനായിട്ടാണ്. അച്ഛനും അമ്മയും US സെറ്റിൽഡാണ്. അപ്പോൾ ആൾ നാട്ടിൽ വന്നത് മുതൽ ഇപ്പോൾ ആൾ നാട്ടിലാണുള്ളത്. അപ്പോൾ ആൾ തിരിച്ചു പോകുന്നതിൻ്റെ ഇടയിൽ സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് സിനിമ പോകുന്നത്. അപ്പോൾ ഈ ഒരു 1 hour 55 മിനിറ്റിൽ ഒരു മനുഷ്യനെ ഹൊറർ ഉപയോഗിച്ച് എന്തെല്ലാം ഈ രീതിയിൽ പേടിപ്പിക്കാൻ പറ്റുമോ അതെല്ലാം അവർ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു പരിധി വരെ സക്സസ് ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരു ടൈറ്റിൽ തുടങ്ങുന്നത് മുതൽ അവർ കീപ്പപ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന ത്രൂ ഔട്ട് സിനിമയുടെ എൻഡ് വരെ കൊണ്ടുപോകുന്ന ഒരു ഈറിനെസ് ഉണ്ട്. എല്ലാവരും, എനിക്ക് തോന്നി തിയേറ്ററിൽ എല്ലാവരും ആ ഒരു എഡ്ജിലായിരുന്നു സിനിമ മുഴുവൻ കണ്ടു തീർത്ത്. അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് മേക്കിംഗ് ആണ് സിനിമയുടെ ഇതിലേക്ക് വന്നിട്ടുള്ളത്. കുറേ സാധനങ്ങൾ നമ്മളിങ്ങനെ പതുക്കെ, അതാണ് രാഹുൽ സദാശിവത്തിൻ്റെ രീതി. നമ്മൾ ബ്രഹ്മയോഗത്തിലും ഭൂതകാലത്തിലൊക്കെ നമ്മൾ കണ്ടതാണ്. പെട്ടെന്ന് ഞെട്ടിക്കുന്നതിൽ കൂടുതലായിട്ട് നമുക്കൊരു ഭീതി തരും. അതായത് ഹോണ്ടിങ് എന്ന് പറയുന്ന ഒരു പരിപാടി, നമ്മളെങ്ങനെ ആ ഒരു ഭീതിയുടെ മുൾമുനയിൽ ഇങ്ങനെ നിർത്തി കൊണ്ടുപോകുന്ന ഒരു പരിപാടിയാണ് ആളുടെ ഒരു ബേസിക് പരിപാടി അതാണ്. പക്ഷെ അത് നല്ല അടിപൊളിയായിട്ട് തന്നെ ഇതിൽ വർക്കൗട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, പ്രണവ് മോഹൻലാലിൻ്റെ കാര്യം തന്നെയാണ് പറയാനുള്ളത്. ആളുടെ ആ ഒരു എന്താ പറയുക, നമ്മൾ ഹൃദയത്തിലൊക്കെ കണ്ടുള്ള ഒരു ചോക്ലേറ്റ് ബോയ് ഇമേജിൽ നിന്ന് ഇതിലേട്ട് വന്ന സമയത്ത് ആളുടെ ഒരു സ്കെയില്, അല്ലെങ്കിൽ ആളുടെ ഒരു റേഞ്ച് ആൾ പ്രൂവ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വളരെ കുറച്ച് ഡയലോഗേ ഉള്ളൂ ആൾക്ക്, പക്ഷെ കിട്ടിയ സാധനം നല്ല കിടിലം പരിപാടിയായിട്ട് ആൾ ചെയ്തു വെച്ചിട്ടുണ്ട്. കാരണം ആളുടെ റിയാക്ഷൻസ്, ആളുടെ എന്താ പറയുക, കുറേ അതാണ് ഈ സിനിമയുടെ ത്രൂ ഔട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിൽ കൂടെയാണ് നമുക്ക് ഈ പേടി ഉണ്ടാക്കി തരുന്നത് ബേസിക്കലി സിനിമയിൽ. അപ്പോൾ അത് പ്രണവിൻ്റെ സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് അത്രയും അടിപൊളിയായിട്ട് ആൾ ചെയ്തു വെച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഒരു മിസ്റ്റേക്കും വരുത്തിയിട്ടില്ല. ആളുടെ കണ്ണിലുണ്ടാകുന്ന ഞെട്ടലുകൾ, പേടി, ആ ഒരു ഭീതി ഒക്കെ നമുക്ക് അത്ര അടിപൊളിയായിട്ട് തന്നെ നമ്മളിലേക്ക് കൺവേ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൾ കൈകാര്യം ചെയ്യുന്നതിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം ആളൊരു കില്ലാടിയാണെന്നുള്ളത്. അപ്പോൾ കൂടുതലും ആൾക്ക് ഇംഗ്ലീഷ് ഡയലോഗ്സ് ആണ് ഇതിൽ ഒരുപാട് വന്നിട്ടുള്ളത്. അപ്പോൾ അത് ആൾ നല്ല വൃത്തിക്ക് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ആളുടെ കണ്ണും മൂക്കും മാത്രമുള്ളൊരു ഷോട്ട് വരുന്നുണ്ട്. ശരിക്കും ലാലേട്ടൻ്റെ കണ്ണും മൂക്കും എടുത്ത് വെച്ച പോലെ തന്നെ ഒരു സംഭവം തോന്നി അത് കണ്ടപ്പോൾ. പിന്നെ എടുത്തു പറയാനുള്ള പെർഫോമൻസ് ജിബിൻ ഗോപിനാഥ് എന്ന് പറഞ്ഞ ആളുടെയാണ്. പുള്ളിയെ നമ്മൾ കുറേ സിനിമകളിലൊക്കെ ക്യാരക്ടർ റോൾസും കാര്യങ്ങളൊക്കെ വന്ന് കണ്ടിട്ടുണ്ട്. ഇതിലേക്ക് വന്നപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രണവിൻ്റെ ഒപ്പം തന്നെ ഉള്ളൊരു ക്യാരക്ടറായിട്ടാണ് വന്നിട്ടുള്ളത്. ആളുടെ ഈ പറഞ്ഞ പോലെ തന്നെ ആളുടെ റിയാക്ഷൻസ്, ആളതിലേക്ക് കാസ്റ്റ് ചെയ്തതിൽ രാഹുൽ സദാശിവത്തിന് വലിയൊരു കൈഡ് കൊടുക്കണം. ആളുടെ ആ ഒരു കേപ്പബിലിറ്റി തിരിച്ചറിഞ്ഞ ആ ഒരു ക്യാരക്ടർ കൊടുത്തന്നെ പ്രണവിൻ്റെ കേസിലുണ്ട്. പ്രണവിനെ എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളൊരു സംഗതി രാഹുൽ സദാശിവത്തിനല്ലേ തോന്നിയിട്ടുള്ളൂ. അപ്പം അതിൽ പുള്ളിക്കൊരു കൈയടി കൊടുക്കേണ്ടതാണ്. അപ്പം ഈ ആളുടെ കേസിലേക്ക് വരുമ്പോൾ പുള്ളിയുടെയും ആ കണ്ണുകളിൽ വരുന്ന പേടി, ഭയം, റിയാക്ഷൻസ്, സംഗതികളൊക്കെ തന്നെ നമ്മളെ പിടിച്ചിരുത്തി. അതിലൂടെയാണ് ആ ഒരു ഹൊറർ എലമെൻ്റ് അവർ കീപ്പപ്പ് ചെയ്ത് കൊണ്ടുപോയിട്ടുള്ളത്. ഒരുപാട് എന്താ പറയുക, ഭീകരമായിട്ട് നമ്മുടെ മുന്നിലോട്ട് പ്രേതത്തെ ഇട്ട് തന്നിട്ട് നിങ്ങൾ പേടിച്ചോ എന്ന് പറയുന്നതിലും കൂടുതൽ റിയാക്ഷൻസിലൂടെയാണ് നമുക്ക് ആ പേടി കൺവേ ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ആ കാര്യത്തിൽ
അദ്ദേഹം അടിപൊളിയായിട്ട് ആ ക്യാരക്ടർ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് തോന്നിയത്. പിന്നെ നമുക്ക് പരിചയമുള്ള കുറച്ച് ആളുകൾ വന്നു പോയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എല്ലാവരും പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ ടെക്നിക്കൽ സൈഡിലേക്ക് വരുന്ന സമയത്ത് ക്യാമറ ഷഹനാദ് ജലാൽ ആണ് ചെയ്തിട്ടുള്ളത്. പുള്ളിയാണ് ഉള്ളൊഴുക്കും ഭൂതകാലമൊക്കെ ആൾ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു. ഇതിലേക്ക് വന്നപ്പോൾ ആളുടെ കഴിവ് പരമാവധി യൂസ് ചെയ്തിട്ടുണ്ട്. കിടിലായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം. ലൈറ്റിംഗ് ആയി കഴിഞ്ഞാലും ഫ്രെയിമിംഗ് ആയി കഴിഞ്ഞാലും ചില ഷോട്ടുകളൊക്കെ ശരിക്കും നമുക്ക് കിടിലം എന്ന് നമ്മളെ കൊണ്ട് ഉള്ളിൽ നിന്ന് പറയിപ്പിക്കുന്ന രീതിയിലായിരുന്നു ചെയ്തിട്ടുള്ളത്. കാരണം ഇതിൽ എനിക്ക് കാര്യമായിട്ട് തോന്നിയൊരു ഷോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രണവ് കാറിൽ വരുന്നൊരു ഷോട്ടുണ്ട്. അപ്പം റിയർ വ്യൂ മിററിൻ്റെ അകത്തൂടെ കണ്ടിങ്ങനെ വേറെ രീതിയിലുള്ളൊരു സാധനം ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു ക്യാമറ. എന്തായാലും നമ്മളെ ഒരേ സമയം പേടിപ്പിക്കാനും ഭയങ്കര ലൈഫ് ഉണ്ടായിരുന്നു. നമ്മളെ എന്താ പറയുക, സഡൻ മൂവ്മെൻറ്റ്സ് അല്ലാതെ ഭയങ്കര ഇങ്ങനെ പാൻ ചെയ്ത് വന്നിട്ടുള്ള ഒരുപാട് സംഗതികൾ നമ്മളെ പേടിപ്പിക്കുന്ന രീതിയിൽ അങ്ങനത്തെ കുറേ സാധനങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. എന്തായാലും ആൾക്ക് നല്ലൊരു കൈയടി വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അത് കഴിഞ്ഞ് പിന്നെ ക്രിസ്റ്റോ സേവിയർ മ്യൂസിക് അറിയാം, ആളുടെ പരിപാടികൾ നമുക്കറിയാം. നമ്മൾ ബ്രഹ്മയുഗത്തിൽ ഓൾറെഡി കണ്ടതാണ്. പുള്ളി ഒരുപാട് സിനിമകൾ നമ്മൾ ഈ റീസെൻ്റ്ലി ചെയ്തു. ഇതിലേക്ക് വന്നപ്പോൾ ആൾ എന്തിലിട്ട് ഉരച്ചിട്ടാണോ ഈ സൗണ്ടുകളൊക്കെ ഉണ്ടാക്കിയെന്ന് അറിയില്ല. പക്ഷേ ഒന്നും പറയാനില്ല, നല്ല കിടിലം വർക്ക് തന്നെയാണ്. നമ്മളങ്ങനെ പേടിപ്പിക്കുന്നില്ല. ഈ സിനിമയെ മ്യൂസിക് അത്രയും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എല്ലാ ആസ്പെക്ട്സിലും എടുത്തു നോക്കുകയാണെങ്കിലും. ടൈറ്റിൽ വരുന്ന സമയത്തൊക്കെ ഒരു സാധനമുണ്ട് ശരിക്കും നമ്മൾ എന്നായി പോകുന്ന രീതിയിൽ നമുക്ക് ആ സാധനം തന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാ മൊമെൻറ്റുകളിലും പ്രണവ് പേടിക്കുന്നിടത്തും നമ്മൾ പേടിക്കുന്നിടത്തൊക്കെ കിടിലായിട്ട് മ്യൂസിക് വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത് എഡിറ്റിങ്ങിൻ്റെ കാര്യമാണ്. ഷഫീഖ് മുഹമ്മദ് അലി എന്ന് പറഞ്ഞിട്ടൊരാളാണ് ചെയ്തിട്ടുള്ളത്. കിടിലം എഡിറ്റിംഗ് തന്നെയാണ് പടത്തിൻ്റെ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഡ്യൂറേഷൻ 1 മണിക്കൂർ 55 മിനിറ്റാണ്. അപ്പോൾ ആ ഒരു ഡ്യൂറേഷനിലേക്ക് പടം വെട്ടി ഒതുക്കി അതിൻ്റെ അകത്ത് നമ്മളെ പിടിച്ചിരുത്തുക എന്ന് പറയുന്നത് നല്ലൊരു പണി തന്നെയാണ്. ഇതിൽ തന്നെ സത്യം പറഞ്ഞാൽ ഞെട്ടിച്ചൊരു സാധനം എന്ന് പറഞ്ഞാൽ ഒരു ഹെയർ ക്ലിപ്പിൻ്റെ ഒരു സൗണ്ട് വെച്ചിട്ടൊരു കട്ട്സ് പോകുന്ന സംഗതി ഉണ്ട്. അത് സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി ആ ഷോട്ട് കണ്ട സമയത്ത്. അത് അടിപൊളി വർക്ക് തന്നെയായിരുന്നു. അപ്പോൾ എഡിറ്റിംഗ് എന്തായാലും നല്ല പെട വർക്കാണ്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ പറയാനുള്ളത് സൗണ്ട് മിക്സിങ്ങിൻ്റെ കാര്യമാണ്. MR രാധാകൃഷ്ണൻ ഇപ്പം പുള്ളീനെ വെല്ലാൻ മലയാളത്തിൽ ആരും ഇല്ലാന്ന് പുള്ളി വീണ്ടും പ്രൂവ് ചെയ്യുകയാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്നാൽ ലോക ഒക്കെ പുള്ളിയായിരുന്നു. സൗണ്ട് മിക്സിങ് ഒരു രക്ഷയുണ്ടായിരുന്നു. നിങ്ങൾ അത്യാവശ്യം നല്ലൊരു തിയേറ്ററിൽ നിന്നാണ് സിനിമ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫുൾ പവറിൽ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടും. ഇത്ര അടിപൊളിയായിട്ട് സൗണ്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രൊഡക്ഷൻ ക്വാളിറ്റി പിന്നെ എടുത്തു വരേണ്ട ഒരു സംഗതി തന്നെയാണ്. പടത്തിലെ സെറ്റുകളായി കഴിഞ്ഞാലും മേക്കപ്പ് ഡിപ്പാർട്ട്മെൻ്റ് ആയി കഴിഞ്ഞാലും ആർട്ട് വർക്കുകൾ കാര്യങ്ങൾ എല്ലാം നല്ല ടോപ്പ് നോച്ച് പരിപാടികൾ തന്നെയായിരുന്നു. നല്ല ഒരു ക്വാളിറ്റിയിൽ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ പറയാൻ വിട്ടുപോയ ഒരാളുണ്ട്, നമ്മുടെ എസ്തെറ്റിക് കുഞ്ഞമ്മ അരുൺ അജികുമാർ. ആളുടെ പെർഫോമൻസ് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആൾക്ക് ഇത്രയും കഴിവുണ്ട് എന്നുള്ളത് സിനിമ കണ്ടപ്പോഴാണ് മനസ്സിലായത്. ആൾ നല്ല അടിപൊളിയായിട്ട് ആ ക്യാരക്ടർ ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ ബെഞ്ച് മാർക്ക് ആഫ്റ്റർ ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാഹുൽ സദാശിവം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ബ്രഹ്മയുഗം അല്ലെങ്കിൽ പിന്നെ ഭൂതകാലം ആ ഒരു ലെവലിലേക്ക് എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റോറി വൈസ് 1-2 സ്ഥലങ്ങളിൽ അത്ര കൺവിൻസിങ് ആയിട്ട് ഫീൽ ചെയ്തില്ലെങ്കിൽ പോലും ക്വാളിറ്റി അത്രയും ആ ഒരു മേക്കിംഗ് ക്വാളിറ്റി ആ ഒരു ലെവലിൽ ആ ഒരു ടോപ്പ് നോച്ച് ക്വാളിറ്റിയിൽ എത്തിയത് കൊണ്ട് തന്നെ ഈ പറഞ്ഞ കൺവിൻസിങ് ഇല്ലായ്മ അല്ലെങ്കിൽ കൺവിൻസ് ആവാതിരുന്ന ആ സംഗതികൾ കവറപ്പായി പോയി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ആസ് എ ഹോൾ ഒരു കിടലൻ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് ഈ സിനിമ. നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ തന്നെ ഈ സിനിമ കാണണം. കാരണം ആ ഒരു സൗണ്ട് കാര്യങ്ങൾ അത്രയും ആ ഒരു ആംബിയൻസിൽ ഇരുന്നിട്ട് തന്നെ നിങ്ങൾ ഈ സിനിമ കണ്ടാലേ നിങ്ങൾക്ക് ആ ഒരു ഫുൾ 100% ഒരു എക്സ്പീരിയൻസ് കിട്ടുള്ളൂ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹൊറർ സിനിമയാണ്. നമ്മുടെ ക്രൗഡ് നല്ലതല്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടും. കാരണം തിയേറ്റർ അട്രോസിറ്റീസ് അത് വേണമെങ്കിൽ നമുക്ക് ഇനി ഒരു വീഡിയോ ചെയ്യുന്ന ഒരു ലെവലിലേക്കുള്ള സംഗതികളാണ് സത്യം പറഞ്ഞാൽ ഈ സിനിമ കണ്ട സമയത്ത് നമുക്ക് കിട്ടിയത്. നിങ്ങളെന്തായാലും നല്ല ക്രൗഡുള്ളൊരു തിയേറ്റർ പിക്ക് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് അത്രയും കോൺഫിഡൻസ് ഉള്ള വിശ്വാസമുള്ളൊരു തിയേറ്റർ പിക്ക് ചെയ്യാൻ ശ്രമിക്കുക, നല്ല സൗണ്ടിങ് ഒക്കെ ഉള്ള. കാരണം ചുമ്മാ ഇരുന്ന് കമൻ്റ് അടിക്കുന്ന, തെറി വിളിക്കുന്ന, കാരണം ഇതിൽ അത്രയും അടിപൊളിയായിട്ട് അവർ സൈലൻസ് യൂസ് ചെയ്തിട്ട് നമുക്കറിയാം ഹൊറർ സിനിമകളിൽ സൈലൻസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ആ സമയങ്ങളിൽ ചുമ്മാ കമൻ്റ് അടിക്കുകയും ബഹളം ഉണ്ടാക്കുകയും ഒച്ചപ്പാടുണ്ടാക്കുകയും ചെയ്യുന്ന ഊളകൾക്കിടയിൽ ഇരുന്നാണ് നിങ്ങൾ ഈ സിനിമ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.